ശ്രീ എൻ ശ്രീകുമാർ, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇനി ചോദ്യം ചെയ്യേണ്ടത് ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയാണെന്ന്. ഈ പത്മകുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ, അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ തന്നെ ഉയർന്ന ചോദ്യം ഇതായിരുന്നു, ഇനി അടുത്തത് ആര് എന്ന്. അടുത്തത് ആരാണെന്ന് പ്രതിപക്ഷ നേതാവ് കൃത്യമായി കാണിച്ചു തരികയാണ്, കടകംപള്ളി സുരേന്ദ്രനെയാണെന്ന്. അല്ല, അന്വേഷണ സംഘം അടുത്തത് ഏത് മുൻ മന്ത്രിയെയാണ് പിടികൂടുക എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. അതായത് ഇതുവരെ എത്തിയപ്പോൾ 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റിലായി. ഒരാള് CPM-ന്റെ നേതാവും മറ്റൊരാള് CPM-ന്റെ സഹയാത്രികനുമാണ്. അദ്ദേഹത്തെ നേതാവ് എന്ന് വിളിക്കുന്ന തെറ്റൊന്നുമില്ല. അല്ല, സഹയാത്രികൻ എൻ വാസുവിനെ സഹയാത്രികൻ എന്നൊന്നും വിളിക്കാൻ കഴിയില്ല. വളരെ കൃത്യമായി CPM-ൽ നിന്ന് വളർന്നു വന്ന നേതാവാണ്. അതെ, പക്ഷെ അവര് പറയുന്ന പേരാ പറഞ്ഞത്. കാരണം അദ്ദേഹം അടുത്ത വരിയാണ് പറയാൻ വന്നത്. പിടിക്കാൻ നീരും ഇടപെട്ടെ. അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ പ്രാദേശിക നേതാവാണ്. അപ്പൊ അദ്ദേഹം CPM നേതാവാണ്. അപ്പൊ 2 CPM നേതാക്കൾ ഇപ്പോൾ അറസ്റ്റിലായി. കൂടാതെ ഉദ്യോഗസ്ഥന്മാരിലെ CPM-ന്റെ മുഖപത്രം വായിച്ച് അവരൊക്കെ കോൺഗ്രസ്സുകാരാണെന്നാണ് പറയുന്നത്. പക്ഷെ അവരെല്ലാവരും CPM അനുഭാവികളാണ്. ഒരാൾ മാത്രമേ ഉള്ളൂ RSPയുമായി ബന്ധപ്പെട്ട ഒരു യൂണിയന്റെ നേതാവായിരുന്നത്. അപ്പൊ ഇത് CPM-ന്റെ ഭരണത്തിൽ നടന്ന, CPM-ന്റെ അറിവോടെ നടന്ന, CPM-ന്റെ ആളുകൾ ഉൾപ്പെട്ട ഒരു കൊള്ള. അതായത് കേരള പിറവിക്ക് ശേഷം ശബരിമല കൊള്ളയടിച്ചത് ഏത് ഭരണകാലത്താണെന്ന് ചോദിച്ചാൽ അത് ശ്രീ പിണറായി വിജയൻ ഭരിച്ച ഭരണകാലത്താണെന്ന് ചരിത്ര വിദ്യാർത്ഥികൾ പഠിക്കും. ഒരു പക്ഷേ കാലങ്ങൾക്ക് ശേഷമായിരിക്കും പഠിക്കുക. ശബരിമലയിലെ തീപിടുത്തമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ ശബരിമല ശാസ്താവിന്റെ സ്വർണം കൊള്ളയടിച്ചത് ഏത് ഗവൺമെന്റിന്റെ കാലത്ത് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അതിന്റെ ഉത്തരം അക്കാലത്ത് ഏത് പാർട്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വരുമ്പോൾ അത് വലിയ തോതിലെ ആ പാർട്ടിക്ക് നാണക്കം ഉണ്ടാക്കുന്നു. കാരണം വിശ്വാസികളുടെ പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു പൊതുവെയുള്ളൊരു ധാരണയുണ്ട്. ആ ധാരണ എന്തായാലും അവർ തിരുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ തിരുത്താൻ ശ്രമിച്ചാൽ അവർക്ക് തൊടാൻ പറ്റാത്ത വിഷയങ്ങളിൽ അവർ തൊട്ടാൽ കൈ പൊള്ളും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ശബരിമലയിലത്തെ പ്രശ്നം. 1999 തൊട്ടുള്ള ശബരിമലത്തെ വിഷയങ്ങൾ അന്വേഷിക്കാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. 2019 ഈ സ്വർണ്ണ പൂശലിനെ തുടർന്നുള്ള 2025 വരെയുള്ള 9 വർഷത്തെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. അതില് ഇതുവരെയുള്ള ഏതാണ്ട് 19 മുതൽ 6 ഗവൺമെന്റ് ഭരിച്ചതിൽ 4 LDF ഗവൺമെന്റ് ആണ്. ഈ 4 LDF ഗവൺമെന്റിന്റെ കാലത്തുണ്ടായിരുന്ന ബോർഡുകളാണ് ഇപ്പൊ പ്രതിക്കൂട്ടിലുള്ളത്. അപ്പൊ അതുകൊണ്ട് അതില് നേതൃത്വം കൊടുത്ത മന്ത്രിമാരിലേക്ക് അന്വേഷണം എത്തുമോ എന്ന് ചോദിച്ചാൽ എത്തിയാൽ അത്ഭുതപ്പെടാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ദേവസ്വം വകുപ്പിന്റെ കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇപ്പൊ അവിടുത്തെ ഇന്നത്തെ ആ ദർശന കാര്യങ്ങൾ ഉണ്ടാകുന്ന അപാകമൊക്കെ കണ്ടല്ലോ. അപ്പൊ അവിടെ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒന്നും പ്രതികരിക്കുന്നില്ല. അപ്പൊ അവര് പറയുന്നത് കോടതിയുടെ ഈ തെരഞ്ഞെടുപ്പുമായത് ബന്ധപ്പെട്ട് ചില കോടതിയുടെ അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില ചട്ടങ്ങളൊക്കെ ഉണ്ടെന്നാണ്. എനിക്ക് തോന്നുന്നത് അവർക്ക് ഉർവശീശാപ ഉപകാരം പോലായി. കാരണം ഈ കൊള്ളക്കേസിൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റിയല്ലോ. ഞാൻ ചോദിക്കട്ടെ നീലിമ, നമുക്കൊരു മുഖ്യമന്ത്രി ഇല്ലേ? ഇത്രയും വലിയൊരു ക്ഷേത്രത്തിലെ, ശബരിമല ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ അല്ല, ഉത്തരേന്ത്യയിലെ അല്ല, ദേശീയവും അന്തർദേശീയവും കാരണം ഇവരുടെ CPM-ന്റെ ഭാഷയില് ലോക പ്രശസ്തമായ ക്ഷേത്രം, ഗോവിന്ദമാഷ്ട ഭാഷയില് ലോക പ്രശസ്തമായ ക്ഷേത്രത്തിന്റെ ലോക പ്രശസ്തമായ അയ്യപ്പ സംഗമം നടത്തിയവര്, അവരുടെ മുഖ്യമന്ത്രി എന്താണ് മിണ്ടാത്തത്? ഇത്രയും വലിയ വിഷയം ഉണ്ടായിട്ട് എന്തുകൊണ്ട് മിണ്ടുന്നില്ല മുഖ്യമന്ത്രി? അതൊരു ചോദ്യമല്ലേ? കാരണം പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പറല്ല, ജനങ്ങൾക്ക് അറിയണ്ടേ? ശബരിമല ശാസ്താവിന്റെ സ്വർണവും ദ്വാരപാലകരുടെ കവചങ്ങളും സ്വർണ്ണ കവചങ്ങളും കൊള്ളയടിച്ച സംഭവത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്ത് പറയേണ്ടതൊരു ചോദ്യം കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുകയല്ലേ? കേരള തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയല്ലേ? അയ്യപ്പന്റെ സ്വർണം കവർന്ന കേസിലെ പ്രതികളായവരുടെ നേതൃത്വത്തിലുള്ള മുന്നണി വോട്ട് ചോദിക്കാൻ പോകുന്നതെന്ന് എതിരാളികൾ പറയില്ലേ? ഇടതുമുന്നണിയിലെ ഈ CPM പ്രവർത്തകരൊക്കെ വീടുകളിൽ ചെല്ലുമ്പോൾ അയ്യപ്പന്റെ സ്വർണം എന്തായി എന്ന ചോദ്യം കേൾക്കേണ്ടി വരില്ലേ? ഇതിലും വലിയൊരു നാണക്കേടും മാനക്കേടും ഉണ്ടോ ഈ പാർട്ടിക്ക്? ഇതിലെന്ത് ഗോവിന്ദ മാഷ് പറയണത് കുറ്റാരോപിതൻ മാത്രമാണെന്ന്. ആയിക്കോട്ടെ, അത് രാഷ്ട്രീയമായിട്ട് അവരങ്ങനെ പറഞ്ഞോട്ടെ. കുറ്റാരോപിതനാണോ എന്നുള്ളതല്ല, അറസ്റ്റ് ചെയ്ത് എന്തിനാ, ഏതിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്? ശബരിമലയത്തെ സ്വർണം കാണാതായ വിഷയത്തിലാണ് അറസ്റ്റ്. ആ അറസ്റ്റാണ് വിഷയം. അത് കുറ്റം തെളിയിക്കേണ്ട കോടതിയാണ്, അത് വേറെ വിഷയം. എന്തുകൊണ്ട് ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു? മുൻ ദേവസ്വം പ്രസിഡന്റ്. എന്തുകൊണ്ടാണ് വേറെ ആരും അറസ്റ്റ് ചെയ്യപ്പെടാതിരുന്നത്? അപ്പൊ അറസ്റ്റ് ഒരു വിഷയമല്ലേ? അതിനാണ് ശ്രീ ഗോവിന്ദ മാഷ് ഉത്തരം പറയേണ്ടത്. ശ്രീ എൻ വാസു ദേവസ്വം കമ്മീഷണറായിരുന്നു, പിന്നെ പ്രസിഡന്റായി.
അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉണ്ടായപ്പോൾ രസകരമായ ഒരു സംഭവം എന്താണെന്ന് അറിയാമോ? പാർട്ടിയുടെ CPM-ന്റെ മുഖപത്രം അവർ 1-ാം പേജിൽ വാർത്ത കൊടുത്തു. ആ വാർത്തയുടെ ഹെഡിങ് എന്താ അറിയാമോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ അറസ്റ്റിൽ. മുൻ പ്രസിഡന്റ് അറസ്റ്റിൽ നിന്നല്ല, മുൻ കമ്മീഷണർ. അതായത് പ്രസിഡന്റിനെക്കാട്ടിലും വലിയ ആളാണോ കമ്മീഷണർ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥൻ മാത്രമായിട്ട് മാറും. അവിടെയും അവർ ഒളിച്ചുകളി നടത്തിയെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇവരിതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രിമാർക്ക് ഇനി മിണ്ടാതിരിക്കാൻ അവർക്ക് രൂപശിക്ഷ ഉപകാരം പോലായി. പിന്നെ മറ്റൊരു കാര്യം, ശബരിമല വിഷയത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഹൈക്കോടതി ഇടപെട്ടു. ഹൈക്കോടതി ഇടപെട്ടപ്പോഴ് ഇടക്കാലത്ത് വെച്ച് ഇത് മന്ദഗതിയിലായി. അത് UDF-ന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് അറസ്റ്റുകൾ വൈകുന്നതെന്ന്. അന്ന് ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ സമൂഹത്തിലെ ഒരു ചലനമായിട്ട് എനിക്ക് തോന്നുന്നത് ഹൈക്കോടതി നിരീക്ഷിച്ചു കാണും. അദ്ദേഹത്തിന്റെ മാത്രമല്ല, വേറെ പല നേതാക്കളുടെയും പ്രതികരണങ്ങൾ ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ N. വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം വീണ്ടും ചർച്ചയായി. എന്തുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ്, നാളെ അറസ്റ്റ്, പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം 2 ദിവസമായിട്ട് ഉയർന്നു. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി. ഇനിയും ഒരു ചോദ്യങ്ങൾ ഉയരും. എന്തുകൊണ്ടാണ് ദേവസ്വം വകുപ്പ് ഭരിച്ച മന്ത്രിമാരിലേക്ക് ഇത് എത്താത്തതെന്നൊരു ചോദ്യം വരും. അങ്ങനെ എത്തുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ അതാണ് കേരളം കാത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ വിഷയത്തിൽ കോടതി നിരീക്ഷിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സ്വർണ്ണക്കടത്ത് മാത്രമല്ല, അതായത് ഇപ്പൊ സ്വർണ്ണ കഥക് കട്ടളയൊക്കെ ഇളക്കി മാറ്റി അതിലത്തെ സ്വർണ്ണം കാണാതെ കേസിലാണ് പത്മകുമാർ അറസ്റ്റിലായത്. അതുകൂടാതെ ഇനി ഈ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി വിഷയമുണ്ട്. അതുകൂടാതെ തന്നെ തന്റെ കയ്യിൽ കുറച്ച് സ്വർണമുണ്ട്, അത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം പ്രസിഡന്റായിരുന്ന വാസുവിനോട് ചോദിച്ചു എന്നൊരു മൊഴിയുണ്ട്. ഒന്ന് നോക്കൂ ശ്രീമതി നീലിമ, അതായത് ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം എടുത്തിട്ട് പറയാണ് എന്റെ കയ്യിൽ കുറച്ച് സ്വർണം ഉണ്ടെന്ന്. ഇത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതാ. അപ്പൊ ഇതിനൊക്കെ നാളെ CPM ഉത്തരം പറയേണ്ടി വരും. അപ്പൊ ആ ഉത്തരം പറയാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, കുറ്റാരോപിതൻ മാത്രമാണ് കോടതിയിൽ തെളിയിക്കട്ടെ. അങ്ങനെയാണ് CPM-ന് കാര്യം പറയണം. ഏത് കേസിലും അറസ്റ്റിലാകുന്നവരെല്ലാവരും ഇനി ഞങ്ങൾ ഇങ്ങനെ വിളിക്കുള്ളൂ. കോൺഗ്രസ്സുകാരും BJP-ക്കാരും RSP-ക്കാരും ഒക്കെ അറസ്റ്റിലാകുമ്പോൾ അവർ കുറ്റാരോപിതരാണ്, അവർ കുറ്റം ചെയ്തവരല്ല എന്ന് പാർട്ടി ഇന്ന് മുതൽ നയം തിരുത്തിയിരിക്കുന്നു എന്ന് ഗൗതം മാഷ് പറയണം. അത് പറയാൻ അദ്ദേഹം തയ്യാറുണ്ടോ? നാളെ ഏതെങ്കിലും കാര്യത്തിൽ ഒരു സംഭവത്തിലെ വേറെ ഒരു രാഷ്ട്രീയ നേതാവ് അറസ്റ്റിലായാൽ ഗോവിന്ദ മാഷ് എന്താ പറയുക? അതാണ് ആവശ്യം. അതാണ് ജനം ചോദിക്കുന്ന ചോദ്യം. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ CPM പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. എങ്ങനെയാ പ്രതിക്കൂട്ടിലായത്? എന്തെങ്കിലും അഴിമതി നടത്തിയതിന്റെ, അതായത് സാധാരണ ദൈനംദിന വിഷയങ്ങളിൽ ജനങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെടുന്ന ചില വിഷയങ്ങളിലല്ല. ശബരിമല ദേവസ്വം ഉൾക്കൊള്ളുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനം പാർട്ടിക്ക് സംവരണം ചെയ്ത ശേഷം, പാർട്ടിക്ക് സംവരണം ചെയ്തു പ്രസിഡന്റ്. അതുവരെ അവരെ സഹയാത്രികരൊക്കെ ആക്കിയിരുന്നു. പക്ഷെ കഴിഞ്ഞ 2-3 ടേമായിട്ട് സംസ്ഥാന കമ്മിറ്റി അംഗം അനന്തഗോപൻ പ്രസിഡന്റായി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പത്മകുമാർ പ്രസിഡന്റായി. പത്മകുമാർ 42 വർഷമായിട്ട് CPM ജില്ലാ കമ്മിറ്റി അംഗം പത്തനംതിട്ടയിലെ MLA ആയിരുന്നു. അപ്പൊ CPM-ന്റെ സമുന്നത നേതാവാണ് അദ്ദേഹം. ആ സമുന്നത നേതാവ് എന്ന് പറയുമ്പോൾ അതിൽ ജില്ലയിൽ, ശബരിമല ഉൾക്കൊള്ളുന്ന ജില്ലയിൽ നിന്നുള്ള നേതാവ് കൂടിയാണെന്ന് ആലോചിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തില് ആ നേതാവ് അറസ്റ്റിലാകുമ്പോൾ പാർട്ടി സെക്രട്ടറി പറയേണ്ടത് കുറ്റാരോപണം എന്നല്ല പറയേണ്ടത്. പാർട്ടി സെക്രട്ടറി നടപടിയെടുക്കണം. അല്ലെങ്കിൽ നടപടി ഇല്ലെങ്കിൽ മുൻകാലങ്ങളിൽ അവർ ചെയ്ത പല കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടും. അതായത് കേസെടുത്തതിന്റെ പേരിൽ, അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഒരാൾക്കെതിരെ നടപടി വേണ്ട എന്നാണ് CPM ഇപ്പൊ നയം മാറ്റിയതെങ്കിൽ നാളെ അവർ ഈ നയം എല്ലായിടത്തും ബാധകമാക്കേണ്ടി വരും. അത് പറയാൻ ഒരു CPM പ്രതിനിധി വേണമായിരുന്നു. എന്തുകൊണ്ടാണ് ഗോവിന്ദ മാഷിന്റെ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ആലോചിക്കുക. ഇവർ ഒരു കണക്കിന് പറയാൻ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവനയാ. കുറെ ദിവസങ്ങളായിട്ട് മന്ത്രി ശിവൻകുട്ടിയാണ് CPM-ന്റെ അഭിപ്രായം പറയുന്നത്. എനിക്ക് മനസ്സിലായിട്ടില്ലത്. അതേ പാർട്ടി ഭാരവാഹിയൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് കുറെ ദിവസങ്ങളായിട്ട് PFC വിഷയത്തില്, CPM വിഷയത്തില്, അതിദാരിദ്ര്യ വിഷയത്തില്, കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയത്തില്, BJP-യുമായി ബന്ധമുള്ള വിഷയത്തിലൊക്കെ മന്ത്രി ശിവൻകുട്ടിയാണ് ഉത്തരം പറയുന്നത്? അതിന്റെ കാരണം എനിക്ക് ഇപ്പോഴും ആലോചന പിടുത്തം കിട്ടുന്നില്ല. അദ്ദേഹം പാർട്ടിയുടെ ഒരു ഭാരവാഹിയല്ല. ഇന്ന് അദ്ദേഹം പറഞ്ഞ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നാ. അപ്പൊ ഉപ്പ് തിന്നവരാരാന്ന് വെച്ചാൽ ഉപ്പ് തിന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഉപ്പ് തിന്നവരാരാ? നേരെ മറിച്ച് ഞങ്ങളുടെ പാർട്ടിയിൽ ആരും ഉപ്പ് തിന്നിട്ടില്ല എന്നല്ലേ പറയണ്ടേ? ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഉപ്പ് തിന്നിട്ടുണ്ട്. അപ്പൊ ആരൊക്കെയാ ഉപ്പ് തിന്നവരെ? അതൊക്കെ ശിവൻകുട്ടിക്ക് വളരെ കൃത്യമായി അറിയുകയും ചെയ്യാമായിരിക്കും. അതെ, 1, 2, 3, 4, 5, 6 പിടിയിലായല്ലേ? അത് 2 പേര് CPM നേതാക്കളല്ലേ? അപ്പൊ ഇനി പിടിക്കുന്ന ആളും ഉപ്പ് തിന്ന ആളാണോ? എപ്പോ അത് ആലോചിച്ച് പറയണം, കാര്യങ്ങളൊക്കെ ആലോചിച്ച് പറയണം.
മന്ത്രിയായിരുന്ന ജി സുധാകരൻ CPM-ന്റെ ഇപ്പോഴും നേതാവാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. മറ്റ് ദേവസ്വം മന്ത്രിമാരുണ്ടല്ലോ, ആ മന്ത്രിമാരെ അവര് ഇപ്പൊ 2-3 മന്ത്രിമാരുണ്ട് CPM-ന്റെ ദേവസ്വം മന്ത്രിമാര്. ഇവരൊക്കെ ഇപ്പോഴത്തെ മന്ത്രി ഉൾപ്പെടെ ഈ 3 മന്ത്രിമാര് ഉത്തരം പറയേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പൊ ശബരിമലയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് മുൻ IAS ഉദ്യോഗസ്ഥരായ ജയകുമാറിനെ നിയമിച്ച ഒരു തടിയൂരി. അതെന്താ കാരണം എന്ന് വെച്ചാല് ഇപ്പൊ 6 മാസം മുമ്പ് നിങ്ങൾ തുടങ്ങേണ്ടതല്ലേ ശബരിമലയിലത്തെ തീർത്ഥാടകർ വരുന്ന കാര്യത്തിന് അവരുടെ മുന്നിലെത്തുന്ന എന്നിന്നലെ കോടതി ചോദിച്ചു. ആ കോടതി ശ്രീമതി നീലിമ മിനിങ്ങാന്നൊരു കമന്റ് പാസ്സാക്കി. അഴിമതിക്കാരെ സംരക്ഷിക്കുന്നോ ഈ ഗവൺമെന്റ് എന്ന്. ഓർമ്മയുണ്ടോ ഒരു വിഷയത്തില്, കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തില് അഴിമതിക്കാരെ സംരക്ഷിക്കുന്നോ ഈ ഗവൺമെന്റ്? LDF അങ്ങനെ അല്ലല്ലോ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചില്ലേ? ഇന്നതാ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ അത് ഈ കേസിലും ബാധകമാണ്.